രാഹുൽ മാങ്കൂട്ടത്തിലെ രാജി ഉടനുണ്ടായേക്കുമെന്ന് സൂചന. രാഹുൽ ഒരു നിമിഷം പോലും തുടരരുതെന്ന് രമേശ് ചെന്നിത്തല. രാജി ചോദിച്ചു വാങ്ങണമെന്ന് KPCC അധ്യക്ഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. VD സതീശനും കടുപ്പിച്ചതോടെ പാർട്ടിയിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് രാഹുൽ. KC വേണുഗോപാലിന്റെ നിലപാട് നിർണായകമാണ്. കോൺഗ്രസിൽ തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്നു. മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചനകൾ നടക്കുകയാണ്. ഉടൻ രാജിവെക്കാൻ ആവശ്യപ്പെട്ടേക്കും. രാഹുൽ ഒഴിയണമെന്നൊരു വിഭാഗം ലീഗ് നേതാക്കളും ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. റോഷിപാലും നോബൽ മാരിക്കാരനും പ്രവീൺ പുരുഷോത്തമനും റഹീസ് റഷീദും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം റോഷിപാലിലേക്ക്. റോഷി, ഇനി ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയില്ല. കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു നേതാക്കൾ നിലപാടെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി KC വേണുഗോപാലിന്റെ നിലപാട് കൂടി മാത്രമേ ഉള്ളൂ. KC വേണുഗോപാൽ രാഹുലിനെ പ്രതിരോധിക്കാനുള്ള സാധ്യത ഇനി കാണുന്നില്ല. KC വേണുഗോപാലിനും ഈ സംഭവത്തിന്റെ ആഴങ്ങൾ മനസ്സിലായിരിക്കുന്നു, ഗൗരവം മനസ്സിലായിരിക്കുന്നു. രമേശ് ചെന്നിത്തല നിലപാടെടുത്തിരിക്കുന്നു എന്നാണ് അറിയുന്നത്. VD സതീശനോടൊപ്പം എന്താണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് KPCC അധ്യക്ഷനോട്? റോഷിപാൽ, നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വന്ന ശബ്ദരേഖകളാണ് രമേശ് ചെന്നിത്തല ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ കാരണമായിരിക്കുന്നത്. ആ ശബ്ദരേഖകൾ ഗുരുതരമാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനോട് രമേശ് ചെന്നിത്തല പറഞ്ഞു. രമേശ് ചെന്നിത്തല കേരളത്തിലില്ല, വിദേശത്താണ്. രമേശ് ചെന്നിത്തല ടെലിഫോണിൽ സണ്ണി ജോസഫിനോട് ആവശ്യപ്പെട്ടത് ഒന്ന് മാത്രമാണ്: എത്രയും പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ രാജിവെക്കാൻ ആവശ്യപ്പെടണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി നിർബന്ധമാണ്. ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പദത്തിൽ തുടർന്നാൽ അത് വരുന്ന തെരഞ്ഞെടുപ്പുകൾ തിരിച്ചടിയാകും. അത് പൊതുസമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തീരുമാനമുണ്ടാക്കണം. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകരുത് എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്.